കാരണം നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് അവരെ ഒന്ന് അറിയിക്കുക, ഓർമ്മിപ്പിക്കുക. അതൊരു നല്ല കാര്യം. അപ്പം അങ്ങനെ ഒരിക്കൽ മെസ്സേജ് അയച്ചു. അപ്പോൾ ആള് നോർമലി നമ്മളോട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം നോർമലി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളോട് അപ്പം നമ്മൾ ആദ്യമായിട്ട് നേരിട്ട് ഞാനൊരു ലൊക്കേഷനിൽ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടു. ജസ്റ്റ് ചിരിച്ചു, സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ആളെന്തോ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. ഞാൻ വിചാരിച്ചു ഇയാൾ എന്ത് മനുഷ്യനെ. പക്ഷേ അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവം ഇൻസൾട്ട് ചെയ്യുന്നു. പക്ഷേ ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് തെളിവ് ഇതേ കൺട്രോളർ ഞാൻ ചെയ്ത ഒരു വർക്കിന്റെ കൺട്രോളറായിട്ട് വന്നു. ആ ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് ആ കൺട്രോളർ ഒരുപാട് ചീത്തവിളി കേൾക്കുകയും ചെയ്തു. എന്നുവെച്ചാൽ ആള് പിന്നീട് എനിക്ക് മനസ്സിലായത് ആള് ശരിക്കും ഒരു ശുദ്ധനാണ്. വലിയ ചുമ്മാ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ആ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. വലിയ കാര്യമൊന്നും ഇല്ല, ഒരു പാവം പിടിച്ചൊരു മനുഷ്യനാണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പം ഒരു തെറ്റിദ്ധാരണകളാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. നമ്മുടെ അടുത്ത ചക്കം. ശരി, വിസിൽ റെഡി അല്ലേ? ഓൾറെഡി. സീരിയൽ രംഗത്തും പൊളിറ്റിക്സ് സജീവമാണ്. സീരിയൽ രംഗത്തും പൊളിറ്റിക്സ് സജീവമാണ്. അങ്ങനെ തോന്നാൻ കാരണം പൊളിറ്റിക്സ് ചിലർക്ക് മാത്രം അവസരങ്ങൾ കൊടുക്കുക. അതായത് ഇന്ന ആള് നമുക്കും പ്രിഫറൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് അല്ല ഇന്ന ആളെന്ന് പറഞ്ഞിട്ട് ചിലര്. അതിപ്പം എനിക്ക് പക്ഷെ സീരിയലിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരുപാട് എടുത്തു പറയാനായിട്ടില്ല. ചില സിനിമകളുടെ കാര്യത്തിൽ അതുണ്ട്. ഓഡീഷൻസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ ഇന്ന ആളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില റിജക്ഷൻസ് ഫേസ് ചെയ്തത് നമ്മള് ഓക്കെ അതൊക്കെ ഓഡീഷൻ വഴിയാ. എന്നാൽ ചിലർ ഓഡീഷൻ വഴിയൊന്നും അല്ല, ഫേവറിറ്റിസം ഉണ്ട് ഉറപ്പായിട്ടും. അങ്ങനത്തെ പൊളിറ്റിക്സ് അല്ലാതെ പിന്നെ ഒരു സംഭവമുണ്ട്. ഈ ചില ആൾക്കാർ, അതായത് അതോറിറ്റീസ്, ഇതിനെ ഷൂട്ടിംഗ് സംബന്ധിച്ചുള്ള അതോറിറ്റീസിന്റെ കാര്യത്തിൽ ഒരു പ്രിഫറൻസ് കൂടുതൽ ചില ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാറുണ്ട്. അതൊരു ബേസ് ചെയ്തിട്ട് ഇൻ ദ സെൻസ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ. അത് ഇന്ന ആള് ഇപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഒരിക്കലും ചോദിച്ച് വാങ്ങിക്കാറില്ല. നമുക്ക് കിട്ടുന്നതൊക്കെ സന്തോഷം. ഇപ്പം എ സി റൂംസ് ഒക്കെ ഇപ്പം നമുക്ക് ഓക്കെയാണ്. പണ്ട് തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ അത് ഞങ്ങളുടെ ഷൂട്ടൊക്കെ പുറത്തായിരുന്നു, ഡൽഹി ബോംബെ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ല റൂംസും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ്. പക്ഷെ ഒരു വർക്കിൽ വന്നപ്പോഴത്തേക്ക് ഇന്ന ആളെ മാത്രം ഒരു പ്രത്യേകം, അതായത് ചിലപ്പം വർക്ക് നേരത്തെ കഴിഞ്ഞാൽ അവരെ പ്രത്യേകം ഒരു വണ്ടിക്കകത്ത്. ഞാൻ ഒരിക്കൽ ഒരു പ്രോജക്റ്റിൽ നൈറ്റ് ഷൂട്ട് കഴിഞ്ഞു, എനിക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അപ്പോൾ അവിടുത്തെ ഒരു കൺട്രോളർ പറഞ്ഞു കഴിഞ്ഞു പൊക്കോ എന്നൊക്കെയാണ്. അപ്പം നമ്മുടെ ഇവിടെ അങ്ങുമല്ല, കേരളത്തിന് പുറത്താണ്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ കയറി, ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ട്സും ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു ലേഡി ആർട്ടിസ്റ്റിനെ ഇതുപോലെ കഴിഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മളും ആ വണ്ടിയിൽ സഞ്ചരിച്ചു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒരേ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അത് ഉടനെ കൺട്രോളർ പറഞ്ഞു എവിടെ പോകും, ഇറങ്ങ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുവാ ഇത് എന്ന് വെച്ചാൽ നമ്മളൊരു വാഹനത്തിൽ കയറിയിരിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, മറിച്ച് നമുക്ക് വർക്ക് കഴിഞ്ഞു എന്നോട് പോകാൻ പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നീട് നമ്മൾ കയറി ഇരുന്നിട്ട് ഇറങ്ങ ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് ആയിട്ട് അന്ന് തോന്നി. ഇപ്പൊ പിന്നെ ബോധേഡല്ല, ഒന്നും തോന്നലില്ല. ആണോ ഓടാ എന്നൊക്കെയുള്ള ബാക്കി പറയുന്നില്ലേ, അത്രേ ഉള്ളൂ. മനോരമയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലായി മാറിയ സീരിയലാണ് ചാക്കോയും മേരിയും. ഇതിൽ കേന്ദ്ര കഥാപാത്രങ്ങളായത് ചാക്കോയെ അവതരിപ്പിക്കുന്നത് ഏറെക്കുറെ പുതുമുഖമായ സജിൻ ജോൺ ആയിരുന്നു. സീരിയലിലെ പോലെ തന്നെ ചില ട്വിസ്റ്റുകൾ സജിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടെന്ന് സജിൻ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ചാക്കോയും മേരിയും സീരിയലിലൂടെ വലിയൊരു ഹൈപ്പ് തന്നെ സജിന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് താരം അധികം സീരിയലൊന്നും കണ്ടില്ല. എന്താണ് താരത്തിന് സംഭവിച്ചത്? കാരണം പെട്ടെന്ന് നല്ലൊരു പുതുമുഖമായിട്ട് ഒരു ചെറുപ്പക്കാരൻ അവതരിപ്പിച്ചുകൊണ്ടാണ് സജിൻ എത്തിയത്. സജിൻ നല്ലൊരു അധ്യാപകനാണ്, എന്നാൽ സീരിയലിലേക്കുള്ള അഭിനയ മോഹം കൊണ്ട് സീരിയലിലേക്ക് എത്തിയ ഒരാൾ കൂടിയാണ്. എന്നാൽ അവിടെ നിലനിൽക്കാൻ സജിന് കഴിഞ്ഞില്ല. സീരിയലിലും എല്ലാവരും കാണും പോലെ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് സജിൻ പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണാണ് സ്വദേശം. അപ്പന് കൺസ്ട്രക്ഷൻ ആണ്, ഇലക്ട്രിക്കൽ കട നടത്തുന്നുണ്ട്. അമ്മ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസുമാണ്. താൻ എല്ലാവരുടെയും ഏക മകനാണെന്നാണ് സജിൻ പറയുന്നത്. പിന്നെ അച്ഛന്റെ അമ്മയുണ്ട്. ഇതാണ് ഇവരുടെ കുടുംബം. അഭിനയം ചെറുപ്പം മുതലേ ഇഷ്ടമാണ് സജിന്. 2ാം ക്ലാസ് മുതൽ നാടകം, സ്കിറ്റ്, മറ്റു കലാപരിപാടികൾക്കെല്ലാം തന്നെ രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് അഭിനയിക്കണം എന്നുള്ളൊരു മോഹം എത്തിയത്. കുടുംബത്തിൽ ആർക്കും അങ്ങനെ
കലാപാരമ്പര്യങ്ങളൊന്നുമില്ല. ഏത് വാതിലിൽ മുട്ടണം എന്ന് സജിന് അറിയില്ലായിരുന്നു. അങ്ങനെ പഠിക്കാൻ പോയി. PGയും BEഡും ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു. ആ സമയത്താണ് തന്റെ ഫേസ്ബുക്ക് സുഹൃത്ത് നടൻ സാബു വർഗീസ് തന്റെ ഫോട്ടോ ഒരു സംവിധായകന് അയച്ചു കൊടുക്കുന്നത്. അവിടെ വെച്ചാണ് ജീവിതത്തിലെ വഴിത്തിരിവ് സംഭവിക്കുന്നത്. എന്നെ സജിനെ ഓഡിഷന് വിളിക്കുന്നു, അങ്ങനെ പോകുന്നു, തിരഞ്ഞെടുക്കുന്നു. അങ്ങനെയാണ് മഴവിൽ മനോരമയിലെ ഭ്രമണം എന്ന പരമ്പരയിലേക്ക് സജിൻ എത്തുന്നത്. ശരി. ചില സീരിയലുകളിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടുണ്ട്? ഇല്ല, ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ എല്ലാം ഇഷ്ടത്തോടെ കൂടി ചെയ്തതാണ്. എല്ലാ ഒരു അവസരങ്ങൾ എന്ന് പറയുമ്പോഴെല്ലാം ദൈവം കൊണ്ടുതരുന്ന ഓരോ കാര്യങ്ങളല്ലേ. അപ്പൊ അതെല്ലാം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇഷ്ടത്തോടെ. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യണം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു ശരിക്കും ഇപ്പം അമ്മ അറിയാതെ തന്നെ ഒരു ക്യാരക്ടർ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും ആലോചിക്കും, പക്ഷെ ഇത്രയും പാവം പിടിച്ച് നമ്മൾ ചില സിറ്റുവേഷൻസിൽ ഇവനെന്താ ഈ ക്യാരക്ടർ എന്താ ഇങ്ങനെ പറയുന്നേ, ഇങ്ങനൊക്കെ പറഞ്ഞൂടെ. പക്ഷെ നമുക്കൊരു സ്പേസ് അവിടെ ഇല്ല. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ത് തരുന്നോ അദ്ദേഹം ആ എഴുതി വെക്കുന്ന ഡയലോഗ് കൊണ്ട് രൂപപ്പെടുന്ന ഒരു ഇമേജ് ഉണ്ട്. അത് കാരണം എനിക്ക് ഒരുപാട് തെറിവിടെ കേട്ടിട്ടുണ്ട്. അയ്യോ കൊള്ളാം, എന്ന് വെച്ചാൽ ഇയാൾ ഇതൊന്തോന്ന് കിഴങ്ങനെ അങ്ങനെയുള്ള രീതിയിലല്ലേ. പക്ഷെ നമ്മൾ ശരിക്കും റിയലി അങ്ങനത്തെ ഒരു ക്യാരക്ടറോട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമ്മൾ ആ പറഞ്ഞല്ലോ ഒരു ഫോഴ്സ് ചെയ്യുക, നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ അഭിനയമല്ലേ ഇഷ്ടം, എന്നാ പിന്നെ അങ്ങനെ ചെയ്തേക്കാം. പിന്നെ ചേട്ടൻ്റെ ഒരു യമുന എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ടെന്നില്ലേ, അതിനകത്ത് ചേട്ടൻ നെഗറ്റീവ് ക്യാരക്ടർ ഇപ്പൊ ചേട്ടനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം അത്രയും എനിക്ക് തോന്നുന്നു ചേട്ടൻ ഏറ്റവും ഹൈലൈറ്റ് ചേട്ടൻ്റെ ചിരിയാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ളൊരു ചിരിയാ. അങ്ങനെ കണ്ടിട്ട് ഒരാൾ പെട്ടെന്ന് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് കുറെ കമന്റ് വന്നിട്ടുണ്ട്, ഇയാളെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. അപ്പം നമ്മള് സീരിയസ് റോള് ചെയ്യാൻ എനിക്ക് സത്യം പറഞ്ഞ സൈക്കോ റോളുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ പാവമായിട്ടിരുന്നിട്ട് ഇച്ചിരി വില്ലത്തരം കാണിക്കുന്ന, എന്നാൽ നമ്മളുടെ മനസ്സിൽ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മസിലൊക്കെ പെരുപ്പിച്ച് വന്ന് നിന്ന് കുറെ ഡയലോഗ് അടിക്കുക, അതല്ല. വില്ലൻ വേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വില്ലന്മാർ ഒരുപാട് പല രൂപങ്ങളിലല്ലേ. അപ്പൊ നമുക്ക് എക്സാക്ട് ഇതുപോലെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര മസിൽ പെരുപ്പിച്ച് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരില്ലേ? ഉണ്ട്. അപ്പൊ അതുപോലെ അല്ല ഞാൻ പറഞ്ഞ റിയൽ ലൈഫുമായിട്ട് ഉണ്ടാവും. റിയൽ ലൈഫ് ഇൻസിഡന്റ് മെമ്മറീസിലെ തന്നെ വില്ലൻ വേഷങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ആള് ചിരിച്ച് നിന്നിട്ട് പെട്ടെന്ന് ആ ഒരു സൈക്കോ ക്യാരക്ടറിലേക്ക് മാറുന്നത്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടിയ സന്തോഷം ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്. അതേസമയം അഭിനയവും അധ്യാപനവും കൂടി കൊണ്ടുപോകാൻ സാധിക്കില്ല. ഏത് കൊള്ളണം ഏത് തള്ളണം എന്ന് സജിൻ അറിയില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വലിയ റിസ്ക് എടുത്തിട്ടാണ് അഭിനയത്തിലേക്ക് എത്തിയത്. കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ അധ്യാപന ജോലി ഉപേക്ഷിച്ചു. അധ്യാപികയായ അമ്മയടക്കം കുടുംബം ഫുൾ സപ്പോർട്ട് നൽകി. അതുതന്നെയായിരുന്നു സജിന്റെ ഇന്ധനം. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ ചെറിയ വേഷം വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ സമയത്ത് ചാക്കോയും മേരിയും സീരിയലും തുടങ്ങി. അതിലെ കുട്ടി ചാക്കോയ്ക്ക് ചുരുണ്ട മുടിയുണ്ട്, സജിനും ചുരുണ്ട മുടി. അത് കണ്ടപ്പോൾ സജിൻ ആത്മകഥം ചെയ്തിട്ടുണ്ട്, ചാക്കോ വളരുമ്പോൾ ആ കഥാപാത്രം ചെയ്യാൻ ഞാൻ ഫിറ്റ് ആണല്ലോ എന്ന്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഭ്രമണത്തിലെ തന്നെ ശ്രദ്ധിച്ച സംവിധായകൻ ചാക്കോയിലും മേരിയിലേക്കും തന്നെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മനസ്സിൽ കണ്ടത് കൈവെള്ളയിൽ കിട്ടിയ പോലെയായി. ചെറുപ്പകാലം അമ്മ മലപ്പുറം താനൂരിലായിരുന്നു വർഷങ്ങൾ ജോലി ചെയ്തത്. അങ്ങനെ കുട്ടിക്കാലത്ത് 3-4 വർഷം അവിടെ വാടക വീട്ടിലൊക്കെ സജിൻ താമസിച്ചിട്ടുണ്ട്. പിന്നീട് നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. പല ഘട്ടങ്ങളായി വികസിച്ച വീടാണ് സജിന്റേത്. പണ്ട് ഓടിട്ട ചെറിയ വീടായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് മുൻപ് പുതുക്കി പണിതു, സൗകര്യങ്ങളൊക്കെ കൂട്ടി. അങ്ങനെ ഇന്ന് കാണുന്ന വലിയ വീടാക്കി. അന്ധനായി അഭിനയിക്കുന്നത് ആദ്യം വലിയ വെല്ലുവിളിയായിരുന്നു സജിന.